വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം സംഭവിക്കുന്നത്. ഇന്ന് 1 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നതെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം 2023 മുതൽ ഈ വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ടിരുന്നതെന്നാണ് അദ്ദേഹത്തിന് ഒപ്പമുള്ള സഹപ്രവർത്തകർ പറയുന്നത്. പക്ഷേ ചില കേസുകൾ കാര്യമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻസ് തുടരുന്നതിനാൽ ഇന്നലെ ആശുപത്രിയിൽ വന്നിരുന്നില്ല. തുടർന്ന് ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് പുലർച്ചെ 3 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് കൂടുതൽ ഗുരുതരമാകുന്നത്. അദ്ദേഹത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ഓഫീസ് സ്റ്റാഫുകളൊക്കെ ചേർന്ന് ആ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. തുടർന്ന് ചികിത്സ തുടരുകയായിരുന്നു. ഇന്ന് 1 മണിയോടെയാണ് ആ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഹോസ്പിറ്റലിലുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. തൃശ്ശൂർ എരുമപ്പെട്ടി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സ് ഇവിടെ എത്തി. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ ആലുവ പിന്നിട്ടിട്ടുണ്ട്. അവർ അല്പസമയത്തിനും തന്നെ എറണാകുളത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോവുക. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവരെയും തീരുമാനമായിട്ടില്ല. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമുഖനായ ഒരു അഭിഭാഷകനാണ്. പ്രത്യേകിച്ച് വിവാദമായ പല കേസുകളിലും പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ച് അങ്ങനെയാണ് അത്തരം മുൻനിരയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. സൗമ്യ വധക്കേസ് ഗോവിന്ദസ്വാമിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഹാജരാകുകയും ചെയ്തിരുന്നു. ആ കേസിൽ വലിയ നിയമപോരാട്ടം നടത്തി അതൊരു വിജയത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുന്നതിന് ഗോവിന്ദസ്വാമി വന്നു. അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായി വിലയിരുത്തപ്പെടുന്നത്. പിന്നീടാണ് അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി ഈ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഹാജരാകുന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയിലേക്ക് മാറുന്നത്. കൂടത്തായി ജോളിക്ക് വേണ്ടി ഈ കേസിൽ ഹാജരാകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഇലന്തൂർ കേസിൽ ഉൾപ്പെടെ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുകയും ചെയ്യുന്ന ആണ്. എന്തായാലും